അകത്തുനിന്നും പുറത്തുനിന്നും അസ്ഥിരമാക്കാനുള്ള സംഘടിത ശ്രമങ്ങളാണ് ഇറാൻ തുടർച്ചയായിട്ട് നടത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നടന്ന പല പ്രക്ഷോഭങ്ങളിലും ആയുധധാരികളായ ഗ്രൂപ്പുകൾ കടന്നുകയറിയതും സുരക്ഷാ സേനയും പൊതു സൗകര്യങ്ങളെയും ലക്ഷ്യമാക്കിയ ആക്രമണങ്ങൾ നടന്നതുമാണ് ഇറാനിന്റെ അനുഭവം. ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചത്. അതിനെ ഭരണകൂടത്തിന്റെ ക്രൂരതയായിട്ട് മാത്രം ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തെ വളച്ചൊടിക്കുന്നതാണ്. പശ്ചിമ ലോകം വിശ്വസനീയമെന്ന് വിളിക്കുന്ന CNN, റൈറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങൾ പോലും ഇറാന്റെ ദേശീയ സുരക്ഷാ ആശങ്കകൾക്ക് ആവശ്യമായ പ്രാധാന്യം നൽകുന്നില്ല. സിറിയ, ഇറാഖ്, ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളും അസ്ഥിരതയും എങ്ങനെ വിദേശ ഇടപെടലുകളുടെ ഫലമായി മാറിയെന്ന അനുഭവമാണ് ഇറാനെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ആശയം ഇറാന്റെ കാഴ്ചപ്പാടിൽ ഒരു ആക്രമണ തന്ത്രമല്ല, മറിച്ച് വിദേശ ആധിപത്യത്തെയും ഇടപെടലുകളെയും ചെറുക്കാനുള്ള പ്രതിരോധ ശൃംഖലയാണ്. ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള ഷിയ ആയുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഉയർത്തുന്നത് എന്നും ഇറാൻ വാദിക്കുന്നു. ഇത്തരം ഗ്രൂപ്പുകൾ ഇറാനിൽ ഔദ്യോഗികമായി പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ നേരിട്ട് പങ്കെടുത്തു എന്നതിന് ഇതുവരെ സ്വതന്ത്രവും ഉറപ്പുള്ളതുമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. മറിച്ച് ഇത്തരം ആരോപണങ്ങൾ പ്രചരിപ്പിച്ച് ഇറാനെ ജനവിരുദ്ധ ഭരണകൂടം എന്ന നിലയിൽ ലോകസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇറാനിയൻ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നേതൃത്വം നൽകിയ മുതിർന്ന മത പുരോഹിതനായ ആയത്തുള്ള അഹമ്മദ് ഖദാമിയുടെ പ്രസംഗവും ഈ പശ്ചാത്തലത്തിലാണ് വായിക്കപ്പെടേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പശ്ചിമ മാധ്യമങ്ങൾ ഭീഷണിയായിട്ടും അതിരൂക്ഷമായും ചിത്രീകരിച്ചുവെങ്കിലും ഇറാൻ അതിനെ കാണുന്നത് രാജ്യത്തിന്റെ അസ്ഥിരത്വവും സുരക്ഷയും സംരക്ഷിക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടാണ്. വർഷങ്ങളായി ഉപരോധങ്ങളും സൈബർ ആക്രമണങ്ങളും രഹസ്യ ഇടപാടുകളും നേരിടുന്ന ഒരു രാജ്യത്തിന്റെ ശബ്ദമാണിത്. 2025 ഡിസംബർ അവസാനം ആരംഭിച്ച പ്രതിഷേധങ്ങൾ ആദ്യം സാമ്പത്തിക സന്തോഷത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്നും ഇറാനും അംഗീകരിക്കുന്നു. എന്നാൽ പിന്നീട് അവ വിദേശ ശക്തികൾ ആസൂത്രണം ചെയ്ത അസ്ഥിരതാ ശ്രമങ്ങളായിട്ട് മാറിയെന്നാണ് ഔദ്യോഗിക നിലപാട്. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കൻ നേതാക്കളുടെ തുറന്ന ഭീഷണികളും എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്തുണ്ട് എന്ന പ്രസ്താവനകളും ഈ പ്രതിഷേധങ്ങൾ ഒരു ആഭ്യന്തര വിഷയം മാത്രമല്ല എന്ന ഇറാന്റെ സംശയത്തെ ശക്തിപ്പെടുത്തുന്നു. അത്തരം സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ പ്രതികരണം കടുപ്പമുള്ളതാകുന്നത് ഒരു പ്രതിരോധ രാഷ്ട്രത്തിന്റെ സ്വാഭാവിക നടപടിയാണ് എന്നതാണ് ഇറാന്റെ വാദം. പ്രതിഷേധങ്ങൾക്കിടയിൽ പള്ളികളും മതസ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നുവെന്ന ഖദാമിയുടെ അവകാശവാദങ്ങൾ പശ്ചിമമാധ്യമങ്ങൾ വൻതോതിൽ അവഗണിച്ചു. ഇറാനിയൻ സമൂഹത്തിൽ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമല്ല, സാമൂഹിക ഐക്യത്തിന്റെ അടിത്തറകളാണ്. അവയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ പ്രതിഷേധങ്ങൾ സമാധാനപരമാണെന്ന വാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഇറാനിയൻ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചത് എന്നും അവർ വിശദീകരിക്കുന്നു. ഇന്റർനെറ്റ് നിയന്ത്രണവും കർശന സുരക്ഷാ നടപടികളും മനുഷ്യാവകാശ ലംഘനങ്ങളായി മാത്രം ചിത്രീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു. ആഭ്യന്തര കലാപ സാഹചര്യങ്ങളിൽ സമാന നടപടികൾ ലോകത്തിലെ പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ മാത്രം അതിനെ ദിവ്യാധിപത്യത്തിന്റെ ക്രൂരമുഖം എന്ന ലേബലിൽ ഒതുക്കി ആഗോളതലത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. മനുഷ്യാവകാശത്തെക്കുറിച്ച് വാചാലരാകുന്ന അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഗാസയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്നുവെന്ന സംഭവങ്ങളിൽ കാണിക്കുന്ന മൗനം ഇറാന്റെ വിമർശനത്തിന് ഇടയാക്കുന്നു. ഇതേ പശ്ചാത്തലത്തിലാണ് ഖദാമി ബെഞ്ചമിൻ നെതന്യാഹുയെയും ട്രംപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് യുദ്ധാഹ്വാനമല്ല, മറിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. അവസാനമായി ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥയെ ജനങ്ങൾക്കെതിരായ ഭരണകൂടം എന്ന ലളിതമായ ചട്ടക്കൂടിൽ ഒതുക്കുന്നത് യഥാർത്ഥത്തെ അപമാനിക്കുന്നതാണ്. ഇറാൻ എന്ന് നേരിടുന്നത് ആഭ്യന്തര അസ്വസ്ഥതകളോടൊപ്പം തന്നെ വിദേശ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക സമ്മർദ്ദങ്ങളാണ്. ഈ സങ്കീർണ യാഥാർത്ഥ്യത്തെ അവഗണിച്ച ഭരണകൂടത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന സമീപനം പ്രാദേശിക സമാധാനത്തിനും സത്യസന്ധമായ അന്താരാഷ്ട്ര സംവാദത്തിനും സഹായകരമല്ല. ഇറാനെ വിലയിരുത്തേണ്ടത് പ്രചാരണങ്ങളുടെ കണ്ണിലൂടെയല്ല, മറിച്ച് ചരിത്രവും രാഷ്ട്രീയവും സുരക്ഷാ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ കാഴ്ചപ്പാടിലൂടെ എന്നതാണ് ഈ സംഭവങ്ങൾ നൽകുന്ന പാഠം.